അപ്പോൾ പിന്നെ വെള്ളപ്പള്ളി പറയുന്നതിൽ കാര്യമില്ലേ? അപ്പം ഇപ്പോൾ നമ്മൾ ഈ സൂംബ ഡാൻസ് തന്നെ എടുത്തു നോക്കാം. സൂംബ ഡാൻസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലിപ്പം ഒരു ചർച്ചയൊക്കെ വന്ന് ആദ്യം അതൊരു പാഠ്യപദ്ധതിയായിട്ടൊക്കെ കൊണ്ടുവരുന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും ഇപ്പോൾ മുസ്ലിം സംഘടനകൾ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചോട് കൂടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ എന്നൊരു ഘട്ടത്തിലേക്ക് സർക്കാർ അയഞ്ഞു. അങ്ങനെ അയഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഞാൻ പറയുന്ന ഇപ്പോൾ ഇതുപോലെ പാഠ്യപദ്ധതിയിലുള്ളതാണല്ലോ കണക്ക്, സയൻസ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു മതം പറയുകയാണ് ഞങ്ങൾക്ക് കണക്ക് ഞങ്ങൾക്ക് പാടില്ല, അത് ഞങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതായിട്ട് വരും. കാരണം എന്നാലേ അവിടെ ഒരു തുല്യനീതി വരുന്നുള്ളൂ. സർക്കാർ പറയാണ് ഇപ്പോൾ നിങ്ങൾ കണക്ക് പഠിക്കണ്ട, നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അതിന് പരീക്ഷയൊന്നും വെക്കുന്നില്ല എന്ന് സർക്കാർ പറയേണ്ടുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എങ്കിലേ അവിടെ തുല്യനീതി വരുന്നുള്ളൂ. അപ്പോൾ മറ്റു മതക്കാർ ഒരു മതത്തിന് മാത്രമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റു മതക്കാർ തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യും. അവർക്ക് മനസ്സിൽ അത് ഉണ്ടാവും. അതിനിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വെള്ളപ്പള്ളിനെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ